ഹലോ, കൃഷ്ണാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. ഇനിയും കുറച്ച് നാളത്തേക്കിന് മഴയുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ രാവിലെ മഴയൊന്ന് തോർന്നപ്പോഴത്തേന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം, ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് പുറത്തോട്ടൊന്ന് ഇറങ്ങിയത്. അപ്പം കുടിക്കാനുള്ള വെള്ളം തിളച്ചിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ചോറിനുള്ള വെള്ളവും ചൂടായി വന്നപ്പോഴത്തേന് അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ കാപ്പിയുടെ പരിപാടികളൊന്നുമില്ല. ചേട്ടൻ വരുമ്പോഴത്തേന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയായിരുന്നു. രാത്രിയിൽ വൈകിട്ടായപ്പോഴും എല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ കടയിലോട്ട് പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിട്ട് മഴ തോരുന്നുമില്ല. പിന്നെ മഴയത്ത് പോകാനുള്ള മടി കാരണം ചേട്ടൻ രാവിലെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കാപ്പിയുടെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അടുത്ത മഴ ഇങ്ങനെ ഇരുണ്ട് മൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്നപ്പോൾ തന്നെ കൊതുകുതിരി, മഴക്കാലം തുടങ്ങിയപ്പോൾ ഭയങ്കര കൊതുകാണ്. അതും ചെറിയൊരു കൊതുകാണ് കേട്ടോ. കുത്തിയ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പം കൊതുകുതിരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേസ്റ്റിൻ്റെ കവർ കൊണ്ടുവന്നപ്പോഴേ ഉണ്ണിക്കണ്ണൻ ഒരുക്കൊണ്ട് പോയി കേട്ടോ. പിന്നെ മുറുക്ക്, പിന്നെ പൊറോട്ട, സാമ്പാറുമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ കാപ്പിയെ കുടിച്ചു. അപ്പം രാവിലെ വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളതൊക്കെ ഞാൻ നേരത്തെ കഴുകി വെച്ചു. ഇപ്പോൾ കാപ്പി കുടിച്ച 2 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ വെച്ചപ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് മാങ്ങാപ്പഴം ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിക്കാന്ന് വെച്ചു. അപ്പോൾ ഇത് തുറന്നപ്പോഴത്തേന് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. നല്ല മണം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കൂടിയെന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് തൽക്കാലത്തേന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രാവിലെ കുറച്ച് ചെറുപയർ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേന് മാങ്ങയൊക്കെ പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ എടുത്ത് മുറിച്ചാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ, അല്ലെങ്കിൽ ഇവിടെ വെളിയിലിരുന്നാൽ ഈച്ചയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കാരണം അതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ നമ്മളിന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ചെറുപയറും പിന്നെ ചമ്മന്തിയും കൂടെ ആക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേന് ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പിന്നെ മുളക് പൊടിയും തേങ്ങയും പുളി ഉപ്പും കൂടി ഇട്ടിട്ട് ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തു. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പയറും കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കി ഇങ്ങ് എടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പയറിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ പയർ കുറച്ചൊന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലയെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റിനല്ലേ. പിന്നെ നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, വെന്ത് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പയറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പയറും കൂടി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അന്ന് വേവിച്ച പാത്രവും അത് വെച്ച പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കഴുകി വെച്ചു. 2 ദിവസമായ തുണികളാണ് കേട്ടോ കിടക്കുന്നത്. വർക്കേരിൽ നിറച്ച തുണിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ചൊന്ന് തോർന്ന് ഒരുമാതിരി ആകുമ്പോഴത്തേന് പിന്നെ അകത്ത് റൂമിൽ അയ കെട്ടിയിട്ട് അവിടെ കൊണ്ടിട്ടിട്ടാണ് കേട്ടോ ഉണങ്ങിയെടുക്കുന്നത്. അവിടെ കൊണ്ടിട്ടാൽ പിന്നെ പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടും. എന്നാലും വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കുന്ന അത്രയും ഒരു ഇത് വരത്തില്ലല്ലോ. അപ്പോൾ റൂമിൽ നിറച്ച് തുണികളാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വേണം അടുത്ത സെക്ഷൻ നനയ്ക്കുമ്പോഴത്തേന് വർക്കേരിലെ തുണികളുണ്ട് വീണ്ടും ഇവിടെ കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ചോറും കൂടെ ഒന്നുകൂടെ തിളപ്പിച്ച് വാർത്തിടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. അപ്പോഴത്തേന് ഞാൻ പുറത്തേക്ക് മഴയൊന്ന് ചാറ്റലൊന്ന് കുറഞ്ഞപ്പോഴത്തേന് പുറത്ത് പോയി നിങ്ങളെ വെള്ളം ഒക്കെ ഒന്ന് കയറി വരുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടൊക്കെ നിറഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഇങ്ങനെ കയറി തുടങ്ങിയതാ. 2 മഴ പെയ്തപ്പോഴത്തേനും കണ്ടോ പുല്ലെല്ലാം അങ്ങനെ ആർത്ത് കിളുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനി അതൊക്കെ ഫ്രണ്ടിലത്തൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ കണ്ടത്തിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈഡത്തെ കണ്ടോ നിറഞ്ഞിങ്ങി ഇവിടെ പുല്ല് കിളുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങോട്ട് ഇച്ചിരി കയറിയിട്ടുണ്ട് വെള്ളം, കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് പുല്ല് കിളുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് കണ്ടോ അവിടെ നിന്ന് നിറഞ്ഞ് വന്നത് വഴിയോട് മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളം. അപ്പം ഏത് സമയം 2-3 മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നിറച്ച് വെള്ളം കയറുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ മഴ വരാൻ നോക്കിയിരിക്കണം. അപ്പോഴത്തേന് വെള്ളം നിറഞ്ഞിങ്ങനെ വരാനായിട്ട്. ഇത്രയും നാളും വെള്ളം ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടു. ഇനി വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഇനി മുന്നോട്ട്.
ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, നമ്മൾ തോട്ടിലേക്ക് പോകുന്ന ആ വഴിയാണ് കേട്ടോ. അവിടെ കണ്ടോ വെള്ളമൊക്കെ നിറഞ്ഞ് ഇപ്പോൾ പുല്ലൊക്കെ കയറി നിൽക്കുന്നുണ്ടാണ് കേട്ടോ. അതേ ഇങ്ങനെ മനസ്സിലാവാത്തത്. അപ്പോൾ നേരത്തെ അവിടെ പിള്ളേർ കളിക്കുന്ന ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് അതൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീണു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് കയറുവാണ്. പുറത്തിറങ്ങിയ കുറച്ച് സമയത്തേനൊന്നും ചെറുതായിട്ട് തെളിഞ്ഞു നിന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും മഴ ഇങ്ങനെ ചാറി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചേട്ടൻ മേളിൽ നിന്നുള്ള വെള്ളം വീഴാൻ വേണ്ടിയിട്ടൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരും തന്നൊന്നും എനിക്കറിയത്തില്ല. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് അതിലേക്ക് കിണറ്റിലേക്ക് വീഴും കേട്ടോ. കിണറ്റിലേക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മഴവെള്ളം വന്ന് നന്നായിട്ട് വീണാലേ നമ്മളെ കിണറ്റിലെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തെളിയുന്നുമുണ്ട്. അപ്പോൾ മേളിൽ നിന്നുള്ള മഴവെള്ളം കൂടെ വന്ന് വീഴുവാണെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ ചോറ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. പിന്നെ ഒന്നും തെളിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓടിപ്പോയി തുണിയും കൂടെ അലക്കിയിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക്